അപ്പം ഞങ്ങൾ ഇന്നലെ വർക്കല പോണ വഴിക്കാണ് ഈ ഒരു ബീച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ബീച്ച് ഹൈവേയിൽ നമ്മൾ പോകുമ്പോൾ പെരുമാതുറ പാലം കഴിഞ്ഞിട്ട് ഒന്നാം പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വേറൊരു പാലമാണത്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒന്നാം പാലം എന്ന്. അവിടുന്ന് റൈറ്റിലേക്ക് താഴേക്ക് പോയിട്ട് വീണ്ടും റൈറ്റ് എടുക്കുമ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്. ആ റോഡ് കയറി വീണ്ടും ഒന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ബീച്ചിലെത്താൻ പറ്റും. നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഈ ബീച്ച് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇറങ്ങണം. പക്ഷെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ഓഫ് റോഡ് വൈബൊക്കെയാണ്. നമുക്ക് ബീച്ചാണെന്ന് ഫീൽ ചെയ്യില്ല. ഒരു സൈഡ് കുന്നും മലയൊക്കെയാണ്, ഒരു സൈഡ് ബീച്ചും. സത്യം പറഞ്ഞാൽ പോകുമ്പോൾ നമുക്ക് എന്തോ ഹൈ റേഞ്ചിൽ പോകണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ദൂരം നമുക്കത് സ്കൂട്ടറിൽ പോകാൻ പറ്റും. കാറൊക്കെ ഒരുപാട് ദൂരത്ത് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പം അടിപൊളി സീനറിയൊക്കെയാണ്. ഒരു എന്താണ് പറയുക, ഗ്രീനറിയാണ്. അപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക അടിപൊളി സ്ഥലമാണ്. ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല വൃത്തിയും ഉണ്ട്. അപ്പം കുറച്ച് നേരം സൈലൻ്റായിട്ടും പീസ്ഫുള്ളായിട്ടൊക്കെ ആൾക്കാർക്ക് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വർക്കലയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ. ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഗ്രീനറി ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബീച്ചിലിറങ്ങിയാലും ബീച്ച് ഭയങ്കര അഗ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കറിയില്ലേ അങ്ങനെ ആണോ എന്ന്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്ലേസായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ ശരിക്കും വർക്കല ബീച്ചിൽ പോകണം. വർക്കല ബീച്ചിൽ പോലെ ഇത്രയും സന്തോഷം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഭയങ്കര തിരക്കല്ലേ. അതിനേക്കാളും ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കനാലും എല്ലാം കൊണ്ടൊരു അടിപൊളി വ്യൂ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്ക്. ഞങ്ങൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വർക്കലയിലോട്ട് ഒന്നും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അവിടെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പോണ വഴിക്ക് ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി സൺസെറ്റും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേസസ് ഞാൻ കാണുവാണെങ്കിൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്നേറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.